ഭാരതത്തിലെ രണ്ട് മഹത്തായ ഇതിഹാസങ്ങളിൽ ഒന്നും വേദങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന മഹാഗ്രന്ഥവുമാകുന്നു മഹാഭാരതം. 3800 വർഷങ്ങൾക്കു മുമ്പ് വേദവ്യാസ മഹാമുനിയാൽ രചിക്കപ്പെട്ട ഈ കാവ്യത്തിൽ അദ്ദേഹം കഥാകാരനും കഥാപാത്രവും ആകുന്നു. അതായത് വേദകാലഘട്ടത്തിലെ പ്രധാന ഋഷികുടുംബമാകുന്നു വസിഷ്ഠ മഹാമുനിയുടേത്. വസിഷ്ഠ മുനിയുടെ പുത്രനാകുന്നു പരാശരൻ. പരാശര മുനിക്ക് സത്യവതി എന്ന മുക്കുവ സ്ത്രീയിൽ പിറവികൊണ്ട വേദവ്യാസൻ എന്ന മഹാഭാരതത്തിന്റെ ഗ്രന്ഥകർത്താവാകുന്ന മഹർഷി, ആ മഹർഷിയുടെ പുത്രന്മാരും പൗത്രന്മാരും അവർ തമ്മിലുണ്ടായ തർക്കങ്ങളും ചതിയും അതിലൂടെ ഉണ്ടായ യുദ്ധവുമാകുന്നു മഹാഭാരതം എന്ന കുരുക്ഷേത്രം. ആ കഥ ശിവപാർവതി പുത്രനായ മഹാഗണപതി ഭഗവാന്റെ സഹായത്തോടെ പറഞ്ഞു കൊടുത്ത് എഴുതിയെടുപ്പിച്ചു വ്യാസമഹർഷി. അതാകുന്നു മഹാഭാരതം എന്ന ഇതിഹാസം. ഈ മഹാഭാരത ഇതിഹാസത്തിന്റെ മൂലം വ്യാസമഹർഷി സൃഷ്ടിച്ചിരിക്കുന്നത് സൂത പൗരാണികൻ പറയും പോലെയാകുന്നു. അതിനുള്ള കാരണം ഇപ്രകാരമാകുന്നു. ദ്വാപരയുഗ പുരുഷനായ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം അധികം താമസിക്കാതെ തന്നെ ദ്വാപരയുഗത്തിന് പര്യവസാനം ആയി. ശേഷം പിറവികൊണ്ട യുഗമാകുന്നു ത്രിയുഗങ്ങളിൽ ഏറ്റവും അവസാന യുഗമാകുന്ന കൽക്കിയുടെ കലിയുഗം. കലിയുഗം വളരെ പാപങ്ങൾ നിറഞ്ഞ കാലമായതിനാൽ ഋഷിവര്യന്മാർ കലിയുഗ പാപങ്ങൾ അകറ്റുവാനായി 12 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മഹായാഗം നടത്തുവാൻ തീരുമാനിച്ചു. ആ യാഗം നടത്തുന്നത് ഗോമതി നദിയുടെ തീരത്തുള്ള വനപ്രദേശമാകുന്ന നൈമിഷാരണ്യത്തിൽ വെച്ചാകുന്നു. ബ്രഹ്മപുത്രനായ ഭൃഗുമഹർഷിയുടെ പുത്രനും മഹാതപസ്വിയുമാകുന്ന ച്യവന മഹർഷിക്കും ഭാര്യയായ സുകന്യയ്ക്കും പിറവികൊണ്ട പുത്രനാകുന്നു പ്രമതി. പ്രമതി മുനികുമാരന് കൃതാചി എന്ന അപ്സരയിൽ ജന്മം കൊണ്ട സന്താനങ്ങളാകുന്നു രുരു, ശുനകൻ. അതിൽ ശുനകന്റെ പുത്രനാകുന്നു ശൗകന മഹർഷി. അദ്ദേഹമാകുന്നു യജ്ഞത്തിന്റെ മുഖ്യ കാർമ്മികൻ. അങ്ങനെയിരിക്കെ ആ കർമ്മത്തിൽ പങ്കെടുക്കുവാനായി ലോമഹർഷ സുതമുനിയുടെ പുത്രനും വ്യാസന്റെ പ്രിയ ശിഷ്യനുമാകുന്ന ഉഗ്രസ്രവസ് എന്ന സൂത പൗരാണികൻ ആഗതനായി. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഒരിക്കൽ കേട്ട കഥ അതേപോലെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കുവാനുള്ള കഴിവ് എന്നതായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഉഗ്രസ്രവസ് എന്ന നാമം ഉണ്ടായിരിക്കുന്നത്. ഒരിക്കൽ ജനമേജയ മഹാരാജാവിന്റെ സദസ്സിൽ ഭാരതകഥ വ്യാസനിർദ്ദേശപ്രകാരം ശിഷ്യനായ വൈശാമ്പൻ അവതരിപ്പിച്ചപ്പോൾ ആ സദസ്സിൽ ഉപവിഷ്ടനാകാനുള്ള ഭാഗ്യം ഉഗ്രസ്രവസിനും ലഭിച്ചിരുന്നു. ആ കഥ കേട്ടുകൊണ്ട് പിൽക്കാലത്ത് ശൈനകാദി മുനികൾക്ക് ഭാരതകഥ പറഞ്ഞുകൊടുത്തത് ഉഗ്രസ്രവസ് ആകുന്നു. അതിനാൽ തന്നെ വേദവ്യാസ മഹർഷി മഹാഭാരതത്തിന്റെ മൂലം അദ്ദേഹം പറയും രീതിയിൽ എഴുതാൻ കാരണമായത്.